അല്ല, സാധാരണ ജനങ്ങളെ ഭയപ്പെടുമല്ലോ, ആളുകൾ ഭയപ്പെടാതിരിക്കും. അവിടെ ഭരിക്കുന്ന സർക്കാരിനെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന പോരാട്ടങ്ങൾ അല്ലെങ്കിൽ വേട്ടയാടലുകൾ അത് നിരന്തര തുടർച്ചയാകുമ്പോൾ ഒരു സർക്കാരിനോട് ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണക്കാരുടെ സ്ഥിതി എന്താണെന്ന് ആളുകൾ ചിന്തിക്കും. തിരിച്ച് BJP പോലെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് തന്നെയാണ് മമത പോകുന്നത്. അപ്പം ഇരു കക്ഷികളും നടത്തുന്ന പരസ്പര വൈരം, അതിൻ്റെ തർക്കം, ആക്രമണങ്ങൾ, ഇതെല്ലാം സാധാരണക്കാരെ ഭയപ്പെടുത്തും. ഇവിടെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ലെഫ്റ്റ് പാർട്ടികളുമായിട്ടൊക്കെ ചേർന്നുള്ള മത്സരം, നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാകെ 3-4% വോട്ടാണ് കിട്ടിയത്. അപ്പം നമ്മളവിടെ നാളെ രാവിലെ ഗവൺമെൻറ് ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ വലിയ ശക്തമായി മുന്നോട്ട് പോയി ഇതെല്ലാം തീരുമാനിക്കുന്ന ഡിസൈഡിങ് ഫാക്ടറാകും, അങ്ങനൊന്നും ഒരു ചർച്ചയിൽ വന്നിരുന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു തിരിച്ചുവരവിൻ്റെ സൂചന നൽകുന്ന ഒരു വോട്ടിംഗ് വർധനവ് നമുക്ക് വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. പിന്നെ BJPക്ക് ഈ പറയുന്ന പോലെ ഒന്നും ഒരു ഭരണം പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല. ഇവിടെ ശ്രീ ദേവരാജൻ സൂചിപ്പിച്ചതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് രണ്ട് ഭാഗത്തുമുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മമതയ്ക്കും സീറ്റ് കുറയുന്ന സാഹചര്യം ഉണ്ടാവും. ഗവൺമെൻറ് ചിലപ്പോൾ അവർ തുടർന്നേക്കാം, പക്ഷേ അവർക്ക് തന്നെ ആയിരിക്കും ഗവൺമെൻറ്റാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. പക്ഷേ അവരുടെ ഒരു അപ്രമാദിത്വം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണക്കാർ നിശബ്ദരാകുന്നതും അവർ പ്രതികരിക്കാൻ മടിക്കുന്നതുമൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തമ്മിലടിയിൽ പെട്ടുപോകരുത് എന്ന് വിചാരിച്ച് തന്നെയാണ്. പിന്നെ വലിയൊരു വോട്ടിംഗ് വർധനവല്ലേ അവിടെ ഉണ്ടായിരിക്കുന്നത്, വലിയൊരു വോട്ടിംഗ് വർധനവ്. ഇപ്പോൾ തന്നെ 92% ആദ്യഘട്ടത്തിൽ പോൾ ചെയ്തു. വലിയ മുന്നേറ്റമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ രാജ്യത്ത് രാഷ്ട്രീയത്തിൽ ഒരു കാതലായ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. കാതലായ മാറ്റം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും അവസാനം നമ്മൾ കണ്ട ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ബില്ലടക്കം കേന്ദ്ര സർക്കാർ പരാജയപ്പെടുന്നത് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾക്കൊക്കെ വലിയ ആവേശം പകരുന്ന വലിയ കാര്യമാണ്. അത് രാജ്യത്തെ ജനങ്ങളിൽ പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം 10-11 വർഷത്തിലേറെ പിന്നിടുന്ന ഒരു ഭരണത്തിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള നടപടിക്രമങ്ങൾ, അതിനെ ചലഞ്ച് ചെയ്യാൻ കഴിയും, ഒരുമിച്ച് നിന്ന് പോരാടാൻ കഴിയും എന്ന തോന്നൽ, അതിൻ്റെ അകത്ത് ഓരോ കക്ഷിയുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, പ്രതിപക്ഷത്തിൻ്റെ പൊതു സ്വഭാവത്തിൽ. അപ്പം അതിൻ്റെ അകത്ത് മമത ഉൾപ്പെടെ കൊണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും പൊതുവിൽ കേന്ദ്ര സർക്കാരിനെ പരാജയപ്പെടുത്താൻ ഒരു സംഘടിത രൂപം ഉയർന്നു വരും എന്ന സൂചന നൽകുന്ന വലിയ ഒരു സാഹചര്യമാണ് ബില്ലിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആ ഒരു ഊർജം നമുക്ക് ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസ്സിനുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്ന കക്ഷികൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു മുന്നേറ്റം മുൻ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുന്നേറ്റത്തിന് ഇടയാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.